ഇന്ന് ജനുവരി 23 കേട്ടോ. ഇന്നലെയാണ് SBRൻ്റെ എക്സാം കിറ്റ് വന്നത്. 2-3 ദിവസം മുന്നേ ബുക്സ് എല്ലാം അവർ അയച്ചു. പക്ഷേ അതിൽ എക്സാം കിറ്റ് ഉണ്ടായിരുന്നത് പെർഫോമൻസ് മാനേജ്മെൻറ്റിൻ്റെ ആയിരുന്നു. അപ്പോൾ എനിവേ ഞാനത് തിരിച്ചു കൊടുക്കാൻ പോവുകയാണ്. മാർച്ചിൽ എക്സാം എഴുതുന്നുണ്ട് SBRൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസിലാണ്. എക്സാം ബുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. എന്നെ കൊണ്ട് പറ്റും, അങ്ങനെയൊക്കെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ പതിയെ അതൊക്കെ ഇങ്ങനെ മെല്ലെ മാറാൻ തുടങ്ങി. ഐ വാസ് സ്റ്റക്ക്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല. ശരിയാണോ തീരുമാനം എന്ന് പറയുന്നില്ല. ടോട്ടലി ഒരു സ്റ്റക്ക്. എന്തൊക്കെയോ ചെയ്യുന്നു, എന്തിനോ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ ബികോമിൻ്റെ എക്സാം നടക്കുന്നുണ്ട് കേട്ടോ. ജനുവരി 15 മുതൽ 31 വരെ എക്സാമാണ്. 5 സബ്ജക്റ്റുള്ള എക്സാം. അപ്പോൾ ഗ്യാപ്പ് ഉണ്ട് ഇടയിലൊക്കെ. അതിൻ്റെ ഇടയിൽ കൂടെ 2 കൂടി നടന്നു പോകുന്നുണ്ട്. ഞാൻ അങ്ങനെ ആലോചിക്കും, എന്തിനാണ് അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്യുന്നത്? ഒരു ഒബ്ജക്റ്റീവ് ഇല്ലാതെ പോകുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. ഐ വാസ് സ്റ്റക്ക്. ഇന്നലെ വരെ ഞാൻ ഫുൾ സ്റ്റക്കായിരുന്നു. എന്താ ചെയ്യേണ്ടത് തന്നെ ഒന്നും അറിയുന്നില്ല. അങ്ങനെ ഇരിക്കെ മിനിഞ്ഞാന്ന് ഞാൻ നോഷൻ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എവിടെയോ കണ്ടൊരു പരിചയത്തിൽ ഞാനത് കയറ്റി വെച്ചു. ഇന്നലെ ജസ്റ്റ് ഒരു റഫ് പ്ലാൻ അങ്ങ് ഉണ്ടാക്കി. ഒരു 27th വരെയുള്ള ഡേയ്സിന് ജസ്റ്റ് ഒരു പ്ലാൻ ഉണ്ടാക്കി. അതുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ബിക്കോസ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ക്ലാരിറ്റി അപ്പം ഉണ്ട്. അല്ലാത്ത സമയത്ത് ആ ഒരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആയിരിക്കും. ഈ ഇങ്ങനെ പ്ലാൻ ഉണ്ടാക്കുന്ന മുന്നേ ഞാൻ അങ്ങനെ ലിങ്ക്ഡിനിലൊക്കെ കുറച്ച് മെൻറ്റേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ കോൺസ്റ്റൻ്റ്ലി പോസ്റ്റ് ചെയ്യുമ്പോൾ അവരോട് ഇങ്ങനെ ഹെൽപ്പ് ചോദിക്കാൻ വിചാരിച്ചു. പക്ഷേ അവരവരുടെ കോഴ്സൊക്കെ വാങ്ങാനാണ് പറയുന്നത്. അല്ലാതെ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം അതിനൊരു ഗൈഡൻസ് ചോദിച്ചപ്പോൾ അവർക്കൊന്നും തരാൻ പറ്റിയില്ല. ബട്ട് എനിവേ ഞാനൊരു റഫായിട്ടൊരു സംഭവം ഉണ്ടാക്കി. ആ ഒരു സംഭവം ഉണ്ടാക്കിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എന്താ പറയുക കോൺഫിഡൻസ് ആയി. ഞാനിത് ഇവിടെ കാണിക്കാം കേട്ടോ. ഇവൻ്റോ അതിൽ എന്നെക്കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ടാർഗറ്റ്സ് ഉണ്ടായിരിക്കും. ഇന്നത്തെ ടാർഗറ്റിനെ ഞാൻ ഇതുവരെ കംപ്ലീറ്റ് ആക്കാൻ നോക്കിയിട്ടില്ല. അപ്പോൾ ഈവൻ ദോ ഐ കുഡൻറ്റ് ഡു ദാറ്റ്, എന്താണ് എനിക്കൊരു ക്ലാരിറ്റി ഉണ്ട്, എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, ഇന്ന് ഞാൻ ഇതാണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ വാട്ട് ഐ കെയിം ടു സേസ്, സ്റ്റക്കായി തോന്നാം, സ്റ്റക്കാണെന്ന് തോന്നും, എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. എങ്ങനെയൊക്കെ ആണെങ്കിലും ജസ്റ്റ് കീപ്പ് മൂവിങ്. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നത് ഒരു സിമ്പിളായ കാര്യമായിരുന്നു. അത് ആർക്കും അതുണ്ടാക്കാൻ ആർക്കും എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ പറഞ്ഞ സിമ്പിളായൊരു കാര്യമാണെന്ന്. പക്ഷെ ആ ഒരു ടൈമിലുണ്ടല്ലോ, ആ ഒരു ടൈമിൽ പറഞ്ഞാൽ ഇന്നലെയാണ് ഞാൻ ഉണ്ടാക്കി സംഭവം. മിനിഞ്ഞാന്നാണ് ആ ടൈമിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയണ്ടായിരുന്നു. ഞാൻ ടു ബി ഓണസ്റ്റ് എന്താന്ന് പോലും എനിക്ക് അറിയുന്നുണ്ട്. ഐ വാസ് സോ സ്റ്റക്ക് ആൻഡ് ഡീമോട്ടിവേറ്റഡ്. എന്തിനൊക്കെയോ വേണ്ടി ചെയ്യുന്നു. എനിക്കറിയാം നിങ്ങളെല്ലാവരും ഈ ഒരു ഫേസിലൂടെ കടന്നു പോകും. ബട്ട് വാട്ട് മാറ്റേഴ്സ് ഇസ് ഇന്നത്തെ ആ ഒരു സ്റ്റെപ്പ് ഉള്ളൊരു ധൈര്യം കാണിക്കാൻ മാത്രമാണ്.